പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. അതായത് നമുക്ക് ഡിപ്രഷൻ വന്നു കഴിഞ്ഞിട്ട് സക്സസ് ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. സാറും വളരെ ചെറുപ്പത്തിൽ ആദ്യത്തെ സിനിമയിൽ തന്നെ ആത്മീയ സക്സസ് എത്തിയതാണ്. അന്ന് എങ്ങനെയായിരുന്നു അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരുന്നത്? എനിക്ക് തന്നെ അറിയില്ല അത് എങ്ങനെ സക്സസ് ഒരു ബിക്കോസ് നമ്മളാരും സാറ് പുറത്ത് പോലും ഒരു കാറിന്ന് പുറത്തിറങ്ങിയാൽ ആൾ കൂടി പോലീസ് വന്ന് അവരെ കാണുമെന്നല്ല അന്ന്. പക്ഷെ എനിക്കറിയാം ഞാനൊരു ജീവനോട് രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട് പല സ്ഥലത്തും. എനിക്ക് പേഴ്സണലി അറിയാൻ പറ്റുന്നത്, ഞാൻ ഒരു അമ്പലത്തിൽ ഒരാൾ പറഞ്ഞ ശങ്കർ സാറിന്റെ കാര്യം പറഞ്ഞപ്പോ, ഒരു അമ്പലത്തിൽ സാർ ഒരു പരിപാടിക്ക് കൊടുത്തു. ലാസ്റ്റ് പോലീസ് ഒക്കെ കൂടിയിട്ട് അവിടുന്ന് ഇങ്ങനെ രക്ഷപ്പെടുത്തു. അല്ല, അത് ആ കാലഘട്ടത്തിലെ ആൾക്കാരുടെ ഒരു ക്രേസ് അങ്ങനെയായിരുന്നു. ഇപ്പൊ അതൊക്കെ അത്ര ഇല്ല കേട്ടോ. ഞാൻ പറയുന്നത് കാണാൻ സാധിക്കില്ല. ഇന്നിപ്പോ നമുക്ക് എല്ലാരെയും എവിടെയും കാണാം. തിയേറ്ററിൽ തന്നെ പോകണം. ഞങ്ങളും പുറത്തുനിന്ന് അങ്ങനെ വരാറില്ല. പലതിനൊക്കെ പോവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ. അല്ലെങ്കിൽ ഒരു അത്ര അത്യാവശ്യമായിട്ട് ഒരു മാരേജ് അങ്ങനെ ഈ കടയ്ക്ക് പോവുക അതൊന്നും ഇല്ലല്ലോ. എവിടെയും പോവാറില്ല. എന്നും ഷൂട്ട് ചെയ്ത് പോയി എയർപോർട്ട് അങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അല്ല, അത് അന്ന് നമ്മുടെ ആ ചെറുപ്പത്തിന്റെ ആ ഒരു ഇതിൽ നമ്മളത് ഹാൻഡിൽ ചെയ്ത് പോയി. ബിക്കോസ് നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നൊരു സക്സസ്. അപ്പോൾ അതിന്ന് നമുക്കുണ്ടായ ഒരു ഫാൻ ബേസ്. അപ്പോൾ നമ്മൾ നാച്ചുറലി നമ്മൾ അപ്പോഴേക്കും ബിസിയായി സിനിമയിൽ. അപ്പോൾ സിനിമയിൽ ബിസി ആയപ്പോൾ നമ്മൾ നമ്മുടെ വർക്കുമായിട്ട് അങ്ങ് മുമ്പോട്ട് പോയി. അപ്പൊ അതിലങ്ങനെ പിന്നെ അന്നും സാറ് പ്രൊഡ്യൂസ് ചെയ്തു, ചേക്കറഞ്ചില്ല പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ കൂടുതൽ ഇങ്ങോട്ട് വരുന്ന അവസരങ്ങൾ ചെയ്തു. ഈ പ്രൊഡക്ഷനിൽ ഇറങ്ങിയപ്പോ പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ ഒരു സ്വയം ഒരു പി ആർ വർക്ക് നടത്തിയിട്ട് സാറിന് വേറൊരു രീതിയിലോട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാമായിരുന്നു? ആ ഒരു രീതിയിൽ പ്രൊഡക്ഷനിലേക്ക് പോയിരുന്നെങ്കിൽ ആ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്ത് പോയില്ല ഞങ്ങള്. ബിക്കോസ് നമുക്ക് എന്താ വെച്ചാൽ അന്ന് ഈ ചേക്കാറാൻസില എടുത്ത സമയത്ത് അത് എ സെന്റേഴ്സിൽ ഫെയിലിയറായി. ഫെയിലിയർ അല്ല അതിന്റെ പേര്. അത് അന്ന് നല്ല സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ്. ഞാനുണ്ട്, ഭരത് ഗോപിയുണ്ട്, നെടുമുടി വേണുണ്ട്, ഇന്നസെന്റ് ഉണ്ട്, അംബികയുണ്ട്, ലിസി ഉണ്ട്, ഇന്നസെന്റ് ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. എന്നിട്ടും ആ സിനിമ എ സെന്ററിൽ ഡൗൺ ആയിരുന്നു. പക്ഷെ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കയറി പിക്ക് ചെയ്തു. അത് BNCയിലാണ്. എല്ലാ ബി സെന്ററിലും സി സെന്ററിലും അന്ന് അങ്ങനെയാണ്. എല്ലാ BNC സെന്റേഴ്സിന് 50 ദിവസം 25, 50, 60 ദിവസം കളിച്ച സിനിമയാണ്. അത്രയ്ക്ക് സിബിമലയിലെ ഫസ്റ്റ് ഫിലിം ആശിക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആയിരിക്കും. അത്ര സക്സസ്ഫുൾ ആയ സിനിമയാണ്. അപ്പം നമുക്ക് അങ്ങനെ ആദ്യം കിട്ടിയൊരു ഷോക്ക് ഉണ്ടല്ലോ. നമ്മൾ വിചാരിച്ചു ഇത് നമുക്ക് പറ്റുന്ന പണിയല്ല എന്ന് വിചാരിച്ചു അങ്ങനെ മാറിയത്. പക്ഷെ ഞാൻ പിന്നെ നമ്മളെല്ലാവരും കൂടി ചേർന്ന്, ഞാൻ, ലാല്, പിന്നെ പ്രിയദർശൻ, പിള്ളരാജു, ആനന്ദേട്ടൻ, ഞങ്ങൾ 5 പേര് ചേർന്ന് എടുത്ത പടമാണ് ഹലോ മൈ ഡിയർ റോങ്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ പോയി. ഞാൻ അതിൽ അഭിനയിച്ചിട്ട് പോലും ഇല്ല. എന്നാലും അങ്ങനെയൊക്കെ ചെയ്യും. ഇന്ന് തമിഴിലൊരു സിനിമ ചെയ്തു, പ്രൊഡ്യൂസ് ചെയ്തു. അതെ, അധികം റിസ്ക് എടുത്ത് അങ്ങനെ പോയില്ല. അങ്ങനെ പോയില്ല. പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് അത് നമ്മുടെ ഇൻഡസ്ട്രി അല്ലേ. നമുക്ക് സാറിന്റെ സിനിമകള് എന്തായാലും കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏത് സിനിമ, ഏത് പാട്ടുമാണ്? മഞ്ഞ് വിരിഞ്ഞ പൂക്കൾ. അല്ല സാറ് സ്ലോമോഷൻ നടത്തും. ഐ തിങ്ക് ഹി സ്റ്റിൽ വാക്സ് ലൈക്ക് ഇറ്റ്. പ്രേം മേനോൻ അല്ലേ? സാർ ഇങ്ങനെ നടക്കുമ്പോഴും പിന്നെ സാറിന്റെ ഒരു അന്നത്തെ കാലത്ത് സാർ ഒരു ഷോള് അത് അന്നത്തെ ട്രെൻഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ഈ ഷോള് ഇട്ടോണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെ ഇടുമ്പോ തന്നെ പറയും ശങ്കറിനെ പോലെ ആ ഒരു. എനിക്ക് അതല്ല ശരി വരിക. അത് അന്ന് ഞാൻ കൊടൈക്കനാലിലിട്ട് അന്ന് നല്ല തണുപ്പായിരുന്നു. ചൂടും അല്ല, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു.